everyone, welcome back to our YouTube channel. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗുഡ് ബാഡ് അഗ്ലിയുടെ റിവ്യൂ ആയിട്ടാണ്. നമ്മൾ പടം കണ്ടിട്ട് 2-3 ദിവസമായി, പക്ഷേ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്നിട്ട് അവസാനം ചെയ്യാൻ തീരുമാനിച്ചു. യെസ്, സോ ഗുഡ് ബാഡ് അഗ്ലി ഡയറക്റ്റഡ് ബൈ ആദിക് രവിചന്ദ്രൻ, നമ്മുടെ മാർക്ക് ആന്റണിയുടെ ഡയറക്ടറാണ്. പടം നിങ്ങൾ ഒരു ഭയങ്കര തല ഫാനാണെങ്കിൽ നിങ്ങൾ ഫാൻസിൻ്റെ ഒക്കെ കൂടെ പോയിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടാവില്ല, കാരണം എനിക്കിഷ്ടായില്ല. എനിക്ക് തലവേദന എടുത്ത ഫിലിം കണ്ടിറങ്ങിയപ്പോ. കാരണം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. പട എന്ന് പറഞ്ഞ് അടിച്ചു പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വിഷ്വലി ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫിലിമാണ്. വിഷ്വലി തലേനെ കാണാനും അടിപൊളിയാണ്, നല്ല ലുക്കാണ്, ലുക്ക് വൈസ് അടിപൊളിയാണ്. പക്ഷെ കുറെ ടൈപ്പ് കാസ്റ്റ് ആയി പോയിട്ടുള്ള കുറെ സീൻസ്, അതായത് നമ്മൾ പണ്ട് തൊട്ടേ തമിഴ് പടങ്ങളിൽ കണ്ടുവരുന്ന ഒരു 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 രീതിയില്ലേ, അതായത് സ്റ്റാർട്ടിങ് വരുന്നു, ഒരു ഫൈറ്റ്, അത് കഴിഞ്ഞ ഒരു പാട്ട്, ഒരു സോങ്, നൻപണ്ട തോഴണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്, അതൊക്കെ സെയിമാണ്. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞൊരു സ്പൂഫാണ് പടം. അതായത് കുറെ പുള്ളിയുടെ തന്നെ കുറെ പടങ്ങളിലെ കുറെ സീനുകളുണ്ട്, അങ്ങനത്തെ ഇതിനൊക്കെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു സ്പൂഫ് പടമാണ്. അയ്യോ, ചിലര് അത് അനിമേഷന് മറ്റേ ഇതായിട്ടാണ് കാണിക്കുന്നത്. അത് ആരാത് ഇപ്പൊ പറഞ്ഞൊരു കുഴപ്പത്തില്ല. ജോൺ വിക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ജോൺ വിക്ക് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ജോൺ വിക്ക് വരുന്നു, അജിത്ത് പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആളെ ഓരോ ക്യാരക്ടേഴ്സ് തലയുടെ ക്യാരക്ടറിന് റെഡ് ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി അടിക്കലാണ് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ജോലി. അത്രേ ഉള്ളൂ. എനിക്ക് വലിയ വർക്കായില്ല. ലോജിക് വൈസ് 0%. ലോജിക് എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് വേറെ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന പടമാണ്. ലോജിക്കേ ഇല്ല. അത് പിന്നെ വിടാം. നമ്മളെ മലയാളികൾക്ക് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് ഫ്രണ്ടിലേക്ക് വന്നു. നമ്മൾ കുറച്ചും കൂടി റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾക്കാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനത്തെ മാറി ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. ഒരു 10-20 കൊല്ലം അല്ലെങ്കിൽ പണ്ട് തൊട്ടുള്ള തമിഴ് പടങ്ങളുടെ ഒരു രീതി തന്നെയാണ്. പക്ക ഒരു തമിഴ് ഫിലിം, ഒരു കൊമേഴ്ഷ്യൽ തമിഴ് ഫിലിം തന്നെയാണ് ഇതും, അല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ നിങ്ങള് കണ്ടിട്ടില്ലാത്തവരെ നിങ്ങൾ കാണും, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം പറയും. ഞങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ പറയൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.